ഒരു വിഭാഗം കോൺഗ്രസ്കാർ നിയുക്ത മുഖ്യമന്ത്രിയെന്ന് വിശേഷിപ്പിക്കുന്ന കെ.സി. വേണുഗോപാൽ ബി.ജെ.പി. ചാരണോ? ഇന്ത്യയിൽ ഇത്രയധികം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ അടിവേരറുത്ത് ബി.ജെ.പിക്ക് വഴിയൊരുക്കിയ കാലഘട്ടം സമ്മാനിച്ച കെ.സി. വേണുഗോപാലിനെ കുറിച്ച് ഇപ്പോൾ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത്. പോസ്റ്റിന്റെ ഒപ്പം രാജീവ് ചന്ദ്രശേഖർ പങ്കുവച്ച സ്ക്രീൻഷോട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: കെ.സി. വേണുഗോപാലിന് വേണ്ടി കേരളം ബി.ജെ.പിയും കേന്ദ്ര ബി.ജെ.പിയും ഇപ്പോൾ പോരാട്ടത്തിലാണ്. കേരളം ബി.ജെ.പി. പറയുന്നു കെ.സി. വേണുഗോപാലിനെ കേരളത്തിലേക്ക് വേണമെന്ന്. ദേശീയ ബി.ജെ.പി. പറയുന്നു കെ.സി. വേണുഗോപാലിനെ ദില്ലിയിൽ ആവശ്യമുണ്ട് എന്ന്. ഇതാണ് രാജീവ് ചന്ദ്രശേഖർ പങ്കുവച്ചത്. ഇത് സത്യമാണെന്നും അല്ല എന്നും തത്കാലം സ്ഥിരീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് ഈ വിഷയത്തിൽ എന്റെ പ്രതികരണമെന്നും രാജീവ് ചന്ദ്രശേഖർ എഴുതുകയും ചെയ്തു. അതായത് കെ.സി. വേണുഗോപാൽ കേരളത്തിലേക്ക് വരണം എന്നത് കേരള ബി.ജെ.പിയുടെ ആവശ്യമാണ് എന്നാണ് ചുരുക്കം. അതേസമയം കേന്ദ്രത്തിലെ പണി കുറച്ചുകൂടി എളുപ്പമാക്കാൻ കെ.സി. ദില്ലിയിൽ തന്നെ വേണമെന്ന് ബി.ജെ.പി. ദേശീയ നേതൃത്വവും ആഗ്രഹിക്കുന്നുണ്ട്. ആദിത്യ ജാക്കി എന്നയാളുടെ പോസ്റ്റ് പങ്കിട്ടാണ് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ഈ പോസ്റ്റ് ഇട്ടത്. എന്തുകൊണ്ടാണ് കെ.സിയുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. ഇത്തരമൊരു പരാമർശം നടത്തിയത്? അതറിയണമെങ്കിൽ കെ.സിയെ വെച്ച് ബി.ജെ.പി. ഇതുവരെ ഉണ്ടാക്കിയ നേട്ടങ്ങൾ കൂടി അറിയണം. കെ.സി. വേണുഗോപാലിന്റെ സംഘടനാ ചുമതലയുള്ള കാലത്ത് വലിയ ചർച്ചയായത് 2022 5 സംസ്ഥാന തെരഞ്ഞെടുപ്പ് പരാജയമാണ്. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേരിട്ട പ്രധാന തോൽവികൾ ഉത്തർപ്രദേശിലെ 8 നിലയിൽ പൊട്ടി കോൺഗ്രസ് തരിപ്പണമായതാണ്. യു.പിയിലെ വോട്ട് വിഹിതം പകുതിയിലും താഴെയായി കുറഞ്ഞു. കെ.സി. ആയിരുന്നു യു.പി. സ്ഥാനാർത്ഥി നിർണയമടക്കം ഫിക്സ് ചെയ്ത ഇലക്ഷൻ മാനേജർ. ഫലം അവിടെ ബി.ജെ.പി. തഴച്ചു വളർന്നു. പഞ്ചാബിൽ അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടു. പഞ്ചാബിലും കെ.സി. ആയിരുന്നു ഇലക്ഷൻ മാനേജരും സ്ഥാനാർത്ഥി നിർണയം നടത്തിയതും. പഞ്ചാബിൽ ഇപ്പോൾ കോൺഗ്രസ് ചക്രശ്വാസം വലിക്കുകയാണ്. ഗോവയിൽ ബി.ജെ.പി. തഴച്ചു വളരുന്നു. ഗോവയിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവസരം കെ.സി. വേണുഗോപാൽ പാഴാക്കി ബി.ജെ.പിയുടെ കളത്തിലേക്ക് പാർട്ടിയെ നൽകി. ഗോവയിൽ കോൺഗ്രസ് പിളർന്നതും ബി.ജെ.പിയിലേക്ക് ഒരു ഭാഗം പോയതും ചരിത്രമാണ്. ഉത്തരാഖണ്ഡിൽ കോൺഗ്രസിനെ ഓടിച്ച് തുരത്തി ബി.ജെ.പി. അധികാരത്തിലെത്തിയതും കെ.സിയുടെ ഇലക്ഷൻ മാനേജ്മെന്റിന് കീഴിലാണ്. ഇതുകൊണ്ട് തന്നെ ഈ തോൽവികൾക്ക് ശേഷം അദ്ദേഹത്തിനെതിരെ പാർട്ടിക്കുള്ളിലും പുറത്തും വിമർശനമുയർന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പും പിന്നീട് പല സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി പ്രകടനം മോശമായത് കെ.സി. വേണുഗോപാലിന്റെ സംഘടനാ ചുമതലയുള്ള കാലത്താണ്. ബംഗാൾ, ആന്ധ്ര, ഹരിയാന എന്നിവിടങ്ങളിലും പാർട്ടി കോൺഗ്രസ് തകർന്നു. ദില്ലിയിൽ കോൺഗ്രസ് തൂത്തെറിയപ്പെട്ടു. രാജ്യ തലസ്ഥാനത്ത് നിന്നും കോൺഗ്രസ് പാർട്ടി പ്രത്യക്ഷമായി. അതായത് ഒരു സീറ്റിൽ പോലും കോൺഗ്രസ് വിജയിച്ചില്ല. ബംഗാളിലും തമിഴ്നാട്ടിലും നടന്ന ഇലക്ഷനിലും കോൺഗ്രസ് മെലിഞ്ഞുണങ്ങിയ അവസ്ഥയിലായിരുന്നു. പോണ്ടിച്ചേരിയിലും നടന്ന ഇലക്ഷനിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു പോണ്ടിച്ചേരി. ഇങ്ങനെ ബി.ജെ.പിയുടെ സുവർണകാലത്തിന് രഥവും വീതിയിലൊരുക്കിയ ആളാണ് കെ.സി. വേണുഗോപാൽ. ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധിയും കെ.സി. വേണുഗോപാലുമാണെങ്കിൽ മറുഭാഗത്ത് മോദിക്കും അമിത്ഷായ്ക്കും ഭയക്കാൻ ഒന്നുമില്ല. കെ.സി. വേണുഗോപാലിനെ ചുഴറ്റിയെറിയാൻ ബി.ജെ.പിക്ക് എന്നും ഈസിയാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ കെ.സി. കേരള മുഖ്യമന്ത്രിയാകണമെന്ന് കേരളത്തിലെ ബി.ജെ.പി. ആഗ്രഹിക്കുന്നത്. എന്നാൽ ദില്ലിയിൽ തന്നെ കെ.സി. വേണമെന്നും ബാക്കി സ്ഥലത്തു കൂടി ബി.ജെ.പിയെ അധികാരത്തിലെത്തിക്കാൻ ഇത് ഉപകരിക്കുമെന്ന് ദില്ലിയിലെ ബി.ജെ.പി. കാണുന്നുണ്ട്. കെ.സി. വേണുഗോപാൽ എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലയളവിൽ കോൺഗ്രസ് വിട്ടുപോയ ചില പ്രമുഖ നേതാക്കളെ നിങ്ങൾക്കറിയാം. പ്രധാന നേതാക്കൾ എന്ന് പറയുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യ മധ്യപ്രദേശിലെ വലിയ ഭാഗം ബി.ജെ.പിയിലേക്ക് മാറി. യു.പിയിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് എത്തിയതും കെ.സിയുടെ കീഴിൽ നിന്നായിരുന്നു. ഗുലാം നബി ആസാദ് കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി രൂപീകരിച്ചു. കപിൽ സിബൽ കോൺഗ്രസ് വിട്ട് സ്വതന്ത്രനായി. അശ്വനി കുമാർ കോൺഗ്രസ് വിട്ടു. എന്തായാലും കെ.സി. മുഖ്യമന്ത്രിയായാൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെ കേന്ദ്രമന്ത്രിയാക്കിയ ശേഷം മത്സരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബി.ജെ.പി. ഇലക്ഷന് മുമ്പേ ശോഭാ സുരേന്ദ്രനെ കേന്ദ്രമന്ത്രിയാക്കിയ ശേഷം ആലപ്പുഴ സീറ്റ് പിടിക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം. ചുരുക്കത്തിൽ കെ.സി. വേണുഗോപാലിന്റെ വരവ് ബി.ജെ.പി. കേരളത്തിൽ ഉണർവുണ്ടാക്കും എന്നുറപ്പാണ്.